യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കേണ്ടി തീരാം. അവിടെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ എന്ന വ്യക്തി, നമുക്കറിയാം, യേശുവിന്റെ മാർബോട് ചേർന്നിരുന്ന ആയിരുന്ന ശിഷ്യനാണ്. നമുക്കറിയാം, ഈ വചനങ്ങൾ നാം ചിന്തിക്കുമ്പോൾ യേശു കർത്താവ് തന്റെ ക്രൂശ് മരണത്തിന് ചില മണിക്കൂറുകൾക്ക് മുൻപ് താൻ പറയുന്ന വാക്കുകളാ, പ്രഭാഷണമാണ് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഏറ്റിരുന്നത്. ഒരു വിടവാങ്ങൽ മെസ്സേജ് എന്ന പോലെ താൻ ഇത് പറയുവാൻ കാരണം, തന്റെ ശിഷ്യന്മാരോട് കൂടെ 3.5 വർഷക്കാലം താൻ ആയിരിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെയും ചെയ്ത് ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ പദ്ധതികളുടെയൊക്കെ പൂർത്തീകരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോടും യഹൂദ ജനത്തോടുമൊക്കെയും പലപ്പോഴായി പറഞ്ഞ ചില വാക്കുകളുണ്ട്. 13-ാം അധ്യായം അതിന്റെ 33-ാം വാക്യത്തിലേക്ക് നാം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞവന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്നും നിങ്ങളോട് പറയുന്നു. ഈ വാക്കുകൾ ശിഷ്യന്മാരുടെ ഹൃദയത്തെ തകർക്കുന്നതായിരുന്നു, ഉടച്ചു കളയുന്നതായിരുന്നു. യേശുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ച ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ നടന്നപ്പോൾ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. ഓരോ വഴികളിലും ഓരോ പാതാവുകളിലും അവരെ അത്ഭുതകരമായി അതിശയകരമായി അവിടെ മുൻപുള്ള പ്രശ്നങ്ങളെ മുൻപുള്ള വിഷയങ്ങളൊക്കെ പരിഹരിച്ച് കടന്നു പോകുന്ന നല്ല നാഥനായ യേശുവിനോട് കൂടെയുള്ള നടപ്പ്. എന്നാൽ യേശുനാഥൻ പറയുകയാണ്, ഇനി കുറച്ച് സമയങ്ങൾ കൂടെ നിങ്ങളുടെ കൂടെ ഞാൻ കാണുകയുള്ളൂ. അവിടെ ഹൃദയം തകർന്നു, ഹൃദയം കലങ്ങി പോയുവാൻ തക്കവണമണിയെ തീർന്നു. അതിന് മുമ്പിൽ അവർ തകരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ കർത്താവോട് പ്രഭാഷണത്തിലൂടെ സ്പഷ്ടമായി ഇടപെടുകയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഞാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം തകരപ്പെടുവാൻ തീർന്നു. ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ അത് വായിക്കുവാൻ കഴിയുന്നത്, മലയാളം അത് പറയുന്ന നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. എന്നാൽ അത് ഹിന്ദിയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് കലങ്ങരുത്. ദൈവത്തിന്റെ വചനം നാം ചിന്തിക്കുമ്പോൾ നമുക്ക് പല മേഖലകൾക്കകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. തകർന്ന വ്യസനിക്കുന്ന മനോഭാരത്തോടായിരിക്കുന്ന അനേക ദൈവജനങ്ങൾ, അനേക വ്യക്തിജീവിതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. മനോവ്യസനത്തോട് യഹോവയോട് പ്രാർത്ഥിക്കുന്ന ഹന്നയെ നമുക്ക് ശൗമേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, യേശു മാർത്തയോട് പറയുന്ന വാക്കുണ്ട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി മനം കലങ്ങി വിചാരപ്പെട്ടു മനം കലങ്ങിയിരിക്കുന്നു. പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്ന മാർത്ത. ഇതുപോലെ ഓരോ വ്യക്തി ജീവിതങ്ങളെ നാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിനകത്ത്
ചിന്തകൾ, പലവിധമായ വിചാരങ്ങൾ കടന്നു വന്ന് അവൻ മുന്നേറുവാൻ കഴിയാതെ ആത്മീയത്തിൽ ക്ഷീണിച്ച് ആത്മീയത്തിൽ തകർന്നവനെ പോലെ ആയിരിക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ മനം കലങ്ങുവാനുള്ള കാരണം ഇല്ലാത്ത കാര്യങ്ങളെ ചൊല്ലി വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പലതിനെ ചൊല്ലി വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് പകൽക്കാലം മനസ്സിലുണ്ടാക്കുന്ന പലവിധ ചിന്തകളിന്മേൽ ജയം നേടുന്ന പകൽക്കാലമായി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ തീരുവന്നക്കവണ്ണം കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചേൽപ്പിച്ചു കൊടുക്കുവാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലൂടെ ഒരു ദിവസം ഏതാണ്ട് 75,000 ചിന്തകളോളം കടന്നു പോകുമെന്നൊക്കെ നമ്മുടെ തീരും. അല്ല, ഇന്നലെ പകൽക്കാലം ഒരു ദിവസം നിങ്ങൾ ചിന്തിച്ച ചിന്തയ്ക്കകത്ത് എത്ര ശതമാനം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കടന്നു വന്നു, എത്ര ശതമാനം പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കടന്നു വന്നു? നാം ചിന്തിച്ചു കഴിഞ്ഞാൽ പല മനുഷ്യന്റെയും പല ദൈവമക്കളുടെയും ഹൃദയത്തിൽ 80% നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. 20% മാത്രമേ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ അത് നീയാക്കി തീർക്കുവാൻ തീരും. അതെല്ലാം എഴുതാൻ നോക്കിയാൽ, ഒരു ദിവസത്തെ ചിന്തകൾ തന്നെ എഴുതാൻ നോക്കിയാൽ ഒരു നോട്ട് ബുക്ക് എന്തെങ്കിലുമോ എന്നറിയത്തില്ല. ഇന്ന് പകൽക്കാലം ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിന്റെ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, നിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളം വിചാരത്താൽ കലങ്ങി തകർക്കുകളയുവാൻ ശത്രുവാകുന്നവൻ ശ്രമിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് പറയുവാൻ കഴിയണം. ഏത് വിഷയങ്ങൾക്ക് നടുവിൽ എന്നെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവം ഇന്ന് പകൽക്കാലം എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കുവാൻ ഇടണമെങ്കിൽ ഒരാത്മീകൻ മനസ്സിനെ വചനം കൊണ്ട് നിയന്ത്രിക്കുവാൻ ഇടയായിത്തീരണം. നമ്മുടെ പല രോഗങ്ങൾക്കും കാരണം പോലും മനസ്സിലെ ചിന്തകളാണെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാര് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. അടുത്ത വാക്യം പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി ഒരു രൂപാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ ജീവിതത്തിന്റെ സകല വിഷയങ്ങൾക്ക് നടുവിലും നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് വചനം ഉപയോഗിച്ച് നിന്റെ മനസ്സിനെ പുതുക്കുവാൻ തക്കവണ്ണം, നിന്റെ ശരീരത്തിന് ആരോഗ്യം വരുത്തുവാൻ തക്കവണ്ണം ഇടയാക്കി തീർന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മൾ ഒത്തിരി മെസ്സേജുകൾ കേൾക്കുന്നുണ്ട്, ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, ഒത്തിരി ദൂതുകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഉപകാരമായിട്ട് വരാത്തതിന് കാരണം എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം അവിടെ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കുന്നതിനെ എത്തിയാ. നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു.
എങ്കിലും കേട്ടവരെ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് വിളിച്ചു പറയുക, അവരെ പോലെ നാമം ഒരു സത്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഒത്തിരി മെസ്സേജുകൾ, ഒത്തിരി മീറ്റിങ്ങുകൾ, കാണുന്ന മീറ്റിങ്ങുകളെല്ലാം അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന്. കേട്ട വചനം നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, നിന്നെ തകർക്കുമെന്ന് തോന്നുന്ന നിമിഷങ്ങൾക്ക് നടുവിൽ, നീ വിശ്വാസത്തെ ക്ഷീണിക്കുമെന്ന് തോന്നുന്ന നിമിഷങ്ങൾക്ക് നടുവിൽ ഈ വചനം നിനക്ക് ഉപകാരമായി തീരുന്നില്ലെങ്കിൽ, കേട്ട വചനം ഇവിടെ പറയുക, കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കേട്ടവന് ഉപകാരമായി വന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? തകർന്നു പോകും, തരിപ്പണമായി പോകും. ഇന്ന് പകൽക്കാലം ദൈവമേ, ഞാൻ കേൾക്കുന്ന വചനം ഒരു ചെവി കണ്ട് കേട്ടിട്ട് മറ്റൊരു ചെവിയിലൂടെ പുറത്തേക്ക് കളയുന്നതായി തീരുവനിയായി തീരാതെ അത് വിശ്വസിക്കുവാൻ തക്കവണ്ണം, അത് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം എന്നെ യോഗ്യനാക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Glory to God. Glory to God. Praise the Lord. Hallelujah. പകൽക്കാലം കഴിഞ്ഞ നാളുകൾ ഒത്തിരി മെസ്സേജുകൾ കേട്ടതാ, ഒത്തിരി പ്രസംഗം കേട്ടതാ. എന്നിട്ടും വഴിതെറ്റിയവനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുവെങ്കിൽ, ദൈവ ആശ്രയമില്ലാതെ, ദൈവ കൃപകൾ അനുഭവിക്കുവാൻ കഴിയാതെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് കീഴ്പ്പെടുവാൻ കഴിയാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം കേട്ടിട്ട് അതിന് ഉപകാരമായി സംഭവിക്കുന്നില്ലെന്ന് മനസ്സിലാക്കണം. Hallelujah, hallelujah. Praise the Lord. കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമ പറഞ്ഞപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഉപമ പ്രകാരം പറഞ്ഞിട്ട് അവസാന വാക്കുകളിലേക്ക് പറയുകയാണ്. 8-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 15-ാം വാക്യം, നല്ല മണ്ണിലുള്ളതോ വചനം കേട്ടു, ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ക്ഷമയോടെ ഫലം കൊടുക്കുന്നവ തന്നെ. അവിടെ നമുക്ക് കാണുവാൻ കഴിയും, പാറമേലും മുള്ളിനിടയിലും വഴിയരികിലും നല്ല മണ്ണിലും വലിയ വീഴപ്പെട്ട വിത്ത് ദൈവവചനം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ നല്ല വചനം, ദൈവത്തിന്റെ വചനം, അത് എവിടെ വീഴുമ്പോഴാ അത് ഫലം കായ്ക്കുന്നത് അറിയാമോ? ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഇന്ന് മകൾക്കാലം ഹൃദയത്തിൽ വിചാരങ്ങളും വിഷമങ്ങളും ഭാരങ്ങളും കലങ്ങിയ ഹൃദയവുമായിട്ട് ആയിരിക്കുന്ന ഒരു വ്യക്തിയാക്കി തീർത്ത് നിന്നെ വചനത്തിൽ നിന്നും അകറ്റുവാൻ ശത്രുവാകുന്നുവെന്ന് നോക്കുമ്പോൾ, എന്റെ ദൈവമേ, ഓ ഗുണമുള്ള നല്ല ഹൃദയം കാലം ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ, ദൈവമേ എന്റെ ജീവിതത്തിൽ ഗുണമുള്ള നല്ല ഹൃദയത്തിൽ നിന്റെ വചനത്തെ സംഗ്രഹിക്കുവാൻ തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കണമെന്ന് പ്രാർത്ഥിക്കാമോ? നിന്റെ വചനത്താൽ നിറയ്ക്കുന്ന ദൈവമുണ്ട്. നീ കേൾക്കപ്പെട്ട വചനം ഉപകാരമായി പ്രതിഫലിപ്പിക്കുന്ന ദൈവമുണ്ട്. Praise the Lord. Praise the Lord. Hallelujah. പലപ്പോഴും ആളുകൾ ചിന്തകളാലട്ട് ഹൃദയം തീരുമ്പോൾ ഹൃദയത്തിലൊന്നും ഡിപ്പോസിറ്റ് ചെയ്യുവാൻ കഴിയാതെ ആയിരിക്കുന്ന തകർന്ന അവസ്ഥകളാണെങ്കിൽ, ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു പകൽക്കാലമായി ഈ വെള്ളിയാഴ്ച പകൽക്കാലം തീർക്കണമേ എന്ന് ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ തകർന്നിരുന്ന ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങിയിരുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് യേശുവിന്റെ ശബ്ദം മുഴങ്ങുകയാണ്. ആ അധ്യായം 14 യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം തുടർച്ചയായിട്ട് അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, തകർന്നിരുന്നവരെ ബലപ്പെടുത്തുന്ന ദൈവീയ വാഗ്ദത്തങ്ങള് തുടർന്നുള്ള വാക്യങ്ങളെ കാണുവാൻ കഴിയുന്നത്. ആമേൻ, സ്തോത്രം. അവിടെ അവരോട് പറയുക, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റുള്ളവരിൽ നിന്നും
വാസനയ്ക്ക് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീ ആയിരിക്കാമെങ്കിൽ ഒരു ചിന്തകളും ഒരു ചിന്താഭാരങ്ങളും നാളെ കുറിച്ച് വിചാരങ്ങൾ, ഭാവിയെ കുറിച്ചുള്ള ചിന്തകൾ, തലമുറകളെ കുറിച്ച് ചിന്തകൾ, ഭവനത്തെ കുറിച്ചുള്ള ഭാരങ്ങൾ, കുടുംബ ജീവിതത്തെ കുറിച്ചുള്ള വിഷയങ്ങൾ നിന്നെ അലട്ടുകയില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ. അവിടെ വാഗ്ദത്തങ്ങൾ ഇങ്ങനെ കിടക്കുകയാ. ദൈവത്തിന്റെ വചനം പറയുകയാ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുവാൻ ഏറ്റുവരും. ഒരു ലോകത്തിലെ ഒരു ശ്രേഷ്ഠ അല്ലെ ചക്രവർത്തിമാർക്കും രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും അല്ലെ ഒരു രാഷ്ട്ര അല്ലെ തലവന്മാർക്കും ലോക രാജ്യങ്ങളെ ഭരിക്കുന്ന അല്ലെ സകല സാംസ്കാരിക നേതാക്കന്മാർക്കും രാഷ്ട്ര നേതാക്കന്മാർക്കും പറയുവാൻ കഴിയാത്ത ഒരു വാക്ക് അവൻ പറയുവാനേ തീർന്നു, ഞാൻ വേഗം വരുവാനേ തരും. ഞാൻ വേഗം വരുന്നവനാ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. നമുക്ക് വേണ്ടി വിശുദ്ധ നഗരം ഒരുക്കുവാൻ, നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ കടന്നുപോയ കർത്താവിനെ ഓർക്കുവാനേ തീരും. പലപ്പോഴും ഈ വാസസ്ഥലത്തെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാത്തോണ്ട് ആ കാര്യങ്ങൾ നിത്യതയും വാസസ്ഥലങ്ങളെ കുറിച്ചൊന്നും നമ്മുടെ ഉള്ളിൽ ബോധമില്ലാത്തത്. വെളിപ്പാട് പുസ്തകമൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വായിക്കുവാനേ തീരണം, ചിന്തിക്കുവാനേ തീരണം, ദൈവവചനത്തിലെ മർമ്മങ്ങളെയൊക്കെ ഗ്രഹിക്കുവാനേ തീരണം. അവിടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ചിന്തകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെയും കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുവാനേ തീരും. ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ കഷ്ടതകളുണ്ട്, രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, അല്ലെ രോഗങ്ങളുണ്ട്. ഇതിന്റെ നടുവിൽ ഈ ഭൂമിയിലായിരിക്കുവാനേ തീരും. എന്നാൽ ഞാൻ വേഗം വരുന്നുവെന്ന് അരുളി ചെയ്തവൻ, എനിക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ കടന്നുപോയവൻ, അവൻ പറയുകയാ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുമ്പോൾ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ദൈവത്തിന്റെ വെളിപ്പാടുകൾ ദർശനങ്ങൾ ദർശിക്കുവാൻ അവൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം തീർന്നു. സമുദ്രഭൂമിയിലില്ല, കഷ്ടനഷ്ട രോഗ ദുഃഖങ്ങളൊന്നുമില്ലാത്ത ഒരു പുതിയ രാജ്യം എനിക്ക് വേണ്ടി സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുകയാ. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതായി കാണുവാൻ തക്കവണ്ണം ഏറ്റുകയാണ്. ഇതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ എന്നെ ആത്മവിശ്വതയിൽ ഉയർന്നൊരു വൻമലയെ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങി വരുന്നത് ഞാൻ അവൻ കാണിച്ചു തരുവാനേ തീർന്നു. ഈ കാഴ്ചകളൊക്കെ നമ്മുടെ കണ്ണിനകത്ത് കാണുവാൻ തക്കവണ്ണം ഈ ദർശനങ്ങൾ നാം പ്രാപിച്ചെടുക്കുവാനേ തീരണം. ഈ ലോകത്തിലെ കാലിക ജീവിതം അല്പകാലം മാത്രമാ. അതുകൊണ്ടാണ് പാട്ടുകാരനൊക്കെ പാടുന്നത് പോലെ പട്ടണം അതിന്റെ ഭംഗി വർണ്ണ്യമല്ലഹോ. പാട്ടുകാരൻ പാടുന്നത് പട്ടണമാതിന്റെ ഭംഗി വർണ്ണ്യമല്ലാഹോ, വർണ്ണ്യമല്ലാഹോ. ഓ വീട് സ്വച്ഛ സ്ഫടികാതുല്യ തങ്കനിർമ്മിതാമാം പട്ടണമാതിന്റെ ഭംഗി വർണ്ണ്യമല്ലാഹോ, ഭംഗി
ഭംഗി വർണ്യമല്ലോ. ആമേൻ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗ്ഗപുരമാണ് എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഓ, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗ്ഗപുരമാണ് എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. വീതി സ്വച്ഛ സ്ഫടികത്തുല്യ തങ്ക നിർമ്മിതമാ പട്ടണം അതിന്റെ ഭംഗി വർണ്യമല്ലഹോ. നമ്മുടെ വാക്കുകളാൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് കാണുവാനോ വർണ്ണിക്കുവാനോ കഴിയാത്ത ആ വിശുദ്ധ നഗരത്തെ ആത്മീയ കണ്ണിനാൽ ദർശിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കവർണം ദൈവമക്കളായി നമുക്ക് ഒരുക്കപ്പെടാം. അവിടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്ന 11-ാം അധ്യായം അതിന്റെ തേജസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. ഇത്രയും വലിയ രത്നം, ശോഭയേറിയ രത്നം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതിന്റെ തേജസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായ സ്വച്ഛ സ്ഫടിക തങ്കത്തിന് തുല്യമായ അവസ്ഥയാണെങ്കിൽ ആ യെരൂശലേം എന്ന വിശുദ്ധ നഗരം 12 വാക്യങ്ങൾ വായിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് കിടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 12 വാക്യം അതിന് പൊക്കമുള്ള മതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരും കൊത്തിയിട്ടുണ്ട്. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗര മതിലിന്റെ അടിസ്ഥാനങ്ങൾ സകലവും രത്നം കൊണ്ട് അലങ്കരിച്ചിരുന്നു. അങ്ങനെ ഒരു വിശുദ്ധ നഗരത്തെ ഒന്ന് നമുക്ക് നോക്കി പാർക്കുവാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസ കണ്ണാൽ സാധിക്കുന്നുണ്ടോ? അതാ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അനേക കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ വായിപ്പിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ഈ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദിനമുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ ലോകത്തിൽ ഈ ശരീരത്തിന്മേൽ കഷ്ടതകളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെയും കടന്നു വന്നാലും എനിക്കൊരു ഭാരപ്പെടേണ്ടതൊന്നുമില്ല, എനിക്കൊരു പ്രത്യാശയുണ്ട്. ഈ താഴ്ചയുള്ള ശരീരത്തിൽ തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവം. അതുകൊണ്ട് എന്റെ ഉള്ളം കലകുവാനുള്ളതല്ല, എന്റെ ഉള്ളം തകരുവാനുള്ളതല്ല. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവനായി, ദൈവത്തിൽ ആശ്രയിക്കുന്നവനായി ഞാൻ ജീവിക്കുവാൻ ഏറ്റവും 14-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് കടന്നു വരിക. അവിടെ പറയുക, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുക. എന്നെ കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാരെ വള്ളവും പടകുമൊക്കെയും വലിച്ചെറിഞ്ഞ് എന്റെ പുറകെ ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാരെ, നിങ്ങളുടെ ഉള്ളം ഒരിക്കലും കലങ്ങിപ്പോകരുത്. നിങ്ങൾ നിങ്ങളുടെ നാളെയുള്ള ആവശ്യങ്ങളെ ഓർത്തായിരിക്കും ഭാരപ്പെടുന്നത്. നിങ്ങളുടെ നാളത്തെ വിഷയങ്ങളെ ഓർത്തായിരിക്കും ഭാരപ്പെടുന്നത്. ഞാൻ കടന്നുപോയാൽ നിങ്ങൾ എന്തായിത്തീരും, നിങ്ങളുടെ കുടുംബം എന്തായിത്തീരും, നിങ്ങളുടെ തലമുറയുടെ ഭാവി എന്തായിത്തീരും എന്നൊക്കെയും ഓർത്ത് ഭാരപ്പെടുന്ന വിഷയത്തിനാണോ നിങ്ങളായിരിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പറയുവാൻ ഇത്രയും നാൾ യേശു ഉണ്ടായിരുന്നു. എന്നാൽ യേശു ഇപ്പൊ പോകുവാന്ന് പറഞ്ഞപ്പോൾ ഇനി ആരോട് ഞങ്ങളുടെ വിഷയം പറയും, ആരോട് ഞങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കും, ഞങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ആരും പ്രവർത്തിക്കുമെന്നുള്ള ചിന്തകൾ കടന്നു വന്നപ്പോൾ മനം കലങ്ങിയവരെ പോലെ, മനം തകർന്നവരെ പോലെ ഹൃദയത്തിൽ ചിന്തകൾ വിചാരങ്ങൾ കടന്നു വന്നപ്പോൾ യേശു പറയുക, ഞാൻ കടന്നു പോകുന്ന നിങ്ങൾക്ക് പ്രയോജനമാണ്. 16-ാമത്തെ വാക്യത്തിലേക്ക് നാം വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14:16
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. വാഗ്ദത്തങ്ങൾ കണ്ടോ? നിരാശപ്പെട്ടിരിക്കുന്നവന്റെ മേൽ, മനം തകർന്നിരിക്കുന്നതിന്റെ മേൽ ദൈവത്തിന്റെ ശക്തീകരിക്കുന്ന, ദൈവത്തിനെ ബലപ്പെടുത്തുന്ന ദൈവവചനത്താൽ ശിഷ്യന്മാരെ ബലപ്പെടുത്തുക. ഞാനിപ്പോൾ പോവുക, പക്ഷെ സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക. ഇന്ന് പകൽക്കാലം നിന്നെ ബലപ്പെടുത്തുന്ന ഈ പരിശുദ്ധാത്മ ശക്തിയാ. നീ തകരുമെന്ന് തോന്നുന്ന നിമിഷങ്ങൾക്ക് നടുവിൽ, നീ നിരാശനായി തീരുമെന്ന് പോകുന്ന നിമിഷങ്ങൾക്ക് നടുവിൽ നിന്നെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽക്കാലം ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ, ഇതുവരെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, ദൈവകൃപകളിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവൻ പറയുന്നു, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്. അവൻ മാറിപ്പോകുന്നതല്ല. നിങ്ങളുടെ ഓരോ യാത്രകൾക്കകത്ത്, നിങ്ങളുടെ വാഹനത്തിനകത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ആലോചന പറഞ്ഞതെന്ന് നടത്തുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമായി പരിശുദ്ധാത്മാവ്. 18-ാം വാക്യം പിന്നെയും വാഗ്ദത്തമാണ്. എന്താ വാഗ്ദത്തം എന്നറിയാമോ? ഞാൻ പോകുകയോ, പക്ഷേ അവിടെ പറയുക 18-ാം വാക്യം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അടുക്കൽ വരും. ഇത്രത്തോളം വലിയ വാഗ്ദത്തം ആർക്ക് പറയുവാൻ കഴിയും? ഒരു മനുഷ്യനും, ഒരു വ്യക്തി ജീവിതങ്ങൾക്കും പറയുവാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുന്ന ദൈവമല്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വേഗം വരും, വീണ്ടും വരും. അങ്ങനെ ധൈര്യത്തിന്റെ ബലപ്പെടുത്തുന്ന വാക്കുകളെയാണ് യേശു പറയുവാൻ തക്കവണ്ണം ഏറ്റുന്നത്. യേശു ഒരിക്കൽ നമുക്ക് വേണ്ടി മടങ്ങി വരും. അവനെത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആ യേശുവിന്റെ നാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ആ വിശ്വാസത്തോട്, ആ പ്രത്യാശയോട് നാം ആയിരിക്കും ഇടയെത്തീരണം. ഈ ലോകത്തിലെ അല്പകാലത്തിലേക്കുള്ള കഷ്ടതകളെ ഓർത്ത് മനം വിഷമിച്ചും ഭാരപ്പെട്ടും തകർന്നു ഇരിക്കും ഇടയെത്തീരാതെ എന്റെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാ. അതുകൊണ്ട് ഞാൻ അതിൽ പ്രത്യാശിക്കുന്നു, അതിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഗ്ലോറി, ഹല്ലേലൂയ. അതിന്റെ 19-ാം വാക്യം നമുക്ക് കാണുവാൻ കഴിയും. കുറഞ്ഞോല് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. എത്രമാത്രം ധൈര്യപ്പെടുത്തുന്ന വാഗ്ദത്തങ്ങളെ ഓരോ വചനങ്ങളിലൂടെയും ദൈവം നമുക്ക് നൽകി തരുന്നത്. പരിശുദ്ധന്മാരെന്ന കാര്യസ്ഥന് നമുക്ക് വേണ്ടി നൽകി തന്നവൻ പറയുക, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. എത്ര പേർ കുറപ്പുണ്ട്? ലോകത്തിലെ ഡോക്ടർമാർ നിനക്കതൊരു വിധി എഴുതിയാലും സർട്ടിഫിക്കറ്റുകൾ നൽകിയാലും നിനക്കിനി മുന്നേറുവാൻ കഴിയത്തില്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും, ചാർച്ചക്കാരും ബന്ധുമിത്രാദികളും അല്ലെങ്കിൽ മറ്റുള്ള കൂടെയുള്ളവരും നിനക്കെതിരെ വിധി എഴുതിയാലും നീ വിശ്വസിക്കുവാൻ തീരണം. ഞാൻ ജീവിക്കുന്നവനോട് നിങ്ങളെ ജീവിക്കുന്നു പറഞ്ഞവൻ ഇന്ന് പകൽക്കാലം മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പിന്നെ അടുത്തത് 26-ാം വാക്യമാണ്. അവൻ പറയുക, ഇനി ഞാൻ നിങ്ങളോട് ഉപദേശിക്കാനൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ ആലോചനകളോ പറഞ്ഞു തരാനില്ല. പക്ഷെ 26-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, എങ്കിലും പിതാവിൻ എന്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും സകലമെന്നുള്ളതിനകത്ത് നിന്റെ കുടുംബത്തിന്റെ വിഷയങ്ങളുണ്ട്, നിന്റെ ജോലിയെ കുറിച്ച് വിഷയങ്ങളുണ്ട്, നിന്റെ സഭയെ കുറിച്ചുള്ള വിഷയമുണ്ട്, നിന്റെ ഭാവിയെ കുറിച്ചുള്ള വിഷയങ്ങളുണ്ട്. സകലവും ഉപദേശിച്ചു തരുന്ന ഒരു പരിശുദ്ധാത്മാവ്.
ഇന്ന് പകൽക്കാലം ഒരു പ്രവാചകന്റെ അടുക്കൽ നീ പോയില്ലെങ്കിലും, ഒരു ദൈവദാസന്റെ കൈക്കീഴിന്റെ അടുക്കൽ നീ പോയില്ലെങ്കിലും, നിന്നെ ഉപദേശിക്കുവാൻ, നിനക്ക് ആലോചന പറഞ്ഞു തരുവാൻ ശക്തിയുള്ള പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് ഇന്ന് പകൽക്കാലം ഞാൻ ചെവി കൊടുക്കുകയാ എന്ന് പറയുവാൻ താല്പര്യമുള്ളവർ കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുന്ന പ്രാർത്ഥിക്കുവാൻ, അത് സമർപ്പിക്കുവാൻ ഏറ്റിയ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇത്രയൊക്കെ കിട്ടിയ പോലെ നീ നിരാശപ്പെട്ടതിന് നടുവിൽ, നിന്റെ മനസ്സിൽ വ്യാകുലപ്പെട്ടതിന് നടുവിൽ, നിന്റെ ഹൃദയം തകർന്ന മനസ്സിൽ ഇത്രത്തോളം വാഗ്ദത്തങ്ങളാൽ നിറയ്ക്കുന്ന ദൈവം അടുത്ത 27-ാമത്തെ വാക്യത്തിൽ അടുത്ത വാഗ്ദത്തം കൊടുക്കുകയാ. എന്താ വാഗ്ദത്തം എന്നറിയാമോ? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ലോകത്തിൽ ആർക്കും തരുവാൻ കഴിയാത്തതാ. ഒരു മെഡിക്കൽ സ്റ്റോറുകൾക്കോ, ഒരു ലോകത്തിലെ ഒരു ഹോസ്പിറ്റലുകൾക്കോ, ഒരു ഡോക്ടർമാർക്കോ തരുവാൻ കഴിയാത്ത ദൈവിക സമാധാനം കർത്താവേ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ഇന്ന് പകൽക്കാലം സമാധാനമില്ലാത്ത വ്യക്തി ജീവിതമേ, നിന്നെ നോക്കി കർത്താവ് പറയുക, ഞാൻ നിനക്ക് സമാധാനം തരുന്ന ദൈവമാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന, നിന്റെ മുന്നേറ്റത്തെ നഷ്ടപ്പെടുത്തുന്ന, നിന്റെ വ്യാകുല ചിന്തകളിട്ട് മുന്നോട്ടുള്ള ഭാവി വിഷയങ്ങൾ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ട് കരയുന്ന വ്യക്തി ജീവിതമാക്കി ശത്രു നിന്നെ അടിമത്തത്തിലാക്കിയിരിക്കുമ്പോ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ആലോചന പറയുക, നീ അടിമ മുഖത്തിൽ നിന്നും പുറത്തു വരുന്നൊരു പകൽക്കാലമാക്കി ഇന്ന് പകൽക്കാലം തീരണം. സമാധാനങ്ങളെ നഷ്ടപ്പെടുത്തി നീ എന്നെ ആക്കി തീർക്കുന്ന അവസ്ഥകളിൽ നിന്ന് കർത്താവ് പറയുക, ഞാൻ നിനക്ക് സമാധാനം നൽകി തരുന്ന ദൈവമാ. പിന്നെ പറയുക, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആയപ്പോൾ സമാധാനമില്ലാതെ നടക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വ്യാകുലപ്പെട്ട് നടക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമുക്ക് കാണുവാൻ കഴിയും. ഏത് വിഷയങ്ങൾക്ക് നടുവിലും സമാധാനം നൽകി തരുവാൻ ഒരുവനും മാത്രമേ കഴിയത്തുള്ളൂ. അത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ആ സമാധാന പ്രകാരമാ ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. പിന്നെയും ദൈവത്തിന്റെ വചനം അവനെ ഓർപ്പിക്കുകയും 28-ാം വാക്യം, ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും. അവൻ പ്രത്യാശകരമായ വചനം ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുക. എന്റെ ജീവിതത്തിൽ കലങ്ങി പോകുന്ന വിഷയങ്ങൾക്ക് നടുവിൽ, മനം തകരുന്ന അവസ്ഥകൾക്ക് നടുവിൽ, ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവന്ന് ഞാൻ എന്നെ തന്നെ ഒന്നുമല്ലാത്ത അവസ്ഥകളിലാക്കി തീർക്കുമ്പോൾ, ഒരു കഴിവില്ലാത്ത വ്യക്തിയാക്കി തീർക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എന്നോട് പറയുക, നീ കലങ്ങരുത്, നീ ഭ്രമിക്കരുത്. നിനക്ക് ഉപദേശം തരുവാൻ, നിന്നെ വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നമ്മോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരെ വിടുകയില്ല, ഞാൻ നിങ്ങൾ ഉപേക്ഷിച്ച് കഴിയുന്ന ദൈവമല്ല, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കൂ. അതുകൊണ്ട് ശിഷ്യന്മാരുടെ ജീവിതം തകരുകയല്ലായിരുന്നു, അവർ വാർത്തെടുക്കുകയായിരുന്നു. അവർ തകർന്നു പോകുമെന്ന് തോന്നിയ വാക്കുകൾക്ക് നടുവിൽ അവരെ ധൈര്യപ്പെടുത്തി, അവരെ ബലപ്പെടുത്തി
ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അവരെ ആക്കി തീർക്കും, വഴിയാക്കി തീർത്തുവെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള യാത്ര തകർന്ന അവസ്ഥകളിലല്ല, ദൈവത്തിന് വേണ്ടി ശക്തമായി ശോഭിക്കുന്ന അപ്പോസ്തലന്മാരാക്കി പെന്തക്കോസ്ത് നാൾ മുതൽ അങ്ങോട്ട് സഭയുടെ പണിക്ക് വേണ്ടി ദൈവം അവയാക്കി തീർത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തകർക്കുവാൻ നോക്കുന്ന, ഉടച്ചു കളയുവാൻ നോക്കുന്ന, ഹൃദയം ക്ഷീണിപ്പിക്കുവാൻ നോക്കുന്ന വാക്കുകളുമായി ശത്രുവാകുന്നവൻ നിന്റെ നേരെ കടന്നു വരുമ്പോൾ ഈ പ്രത്യാശവചനം ഏറ്റെടുക്കുക, ഈ പ്രത്യാശവചനം ഏറ്റെടുത്ത് ദൈവത്തിൽ സന്തോഷിക്കുക, ദൈവവചനത്തിൽ ആശ്രയിക്കുക, ദൈവവചനത്തിൽ ഉല്ലസിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.